ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് കണ്ണാടിപ്പറമ്പ് ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വന്നിട്ടാണ് ഉള്ളത്. നമുക്കിവിടെ അടുത്താണ് കേട്ടോ നമ്മളെ കണ്ണാടിപ്പറമ്പ് അമ്പലം. ഇമ്പുട്ടനെയും കൂട്ടിയിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ ഈ അമ്പലത്തിൽ വരുന്നത്. കുട്ടികളെല്ലാം കൂട്ടിയിട്ട് വരുന്നത് കൊണ്ട് തന്നെ കുറച്ച് വൈകിപ്പോയിന് നമ്മൾ എത്താൻ വേണ്ടിയിട്ട്. ഏകദേശം ഒരു 9 മണിയായി കാണും ഇവിടെ എത്തുമ്പോൾ. അതുകൊണ്ട് തന്നെ തിരക്കും കുറവായിരുന്നു. ഈ അമ്പലത്തിൽ വന്നാൽ ആദ്യം തൊഴാൻ പോകുന്നത് ശിവൻ്റെ അമ്പലത്തിലേക്കാണ്. പൊന്നാപ്പി വേഗം തന്നെ ലച്ചുവിൻ്റെ കയ്യെല്ലാം പിടിച്ചിട്ട് ഉള്ളിലേക്ക് കടക്കുകയാണ് ചെയ്തത്. ശിവൻ്റെ അമ്പലത്തിൻ്റെ ഈ പുറംഭാഗം എന്ന് പറയുന്നത് ഈ കാണിക്കുന്നതാണ് കേട്ടോ. പിന്നെ നമ്മൾ ഉള്ളിലേക്ക് കടന്നു. അവിടുന്ന് നേരെ വഴിപാട് കൗണ്ടറിൽ പോയിട്ട് വഴിപാടൊക്കെ കഴിപ്പിച്ചു. പിന്നെ നേരെ തൊഴുതിറങ്ങുകയാണ് ചെയ്തത്. അവിടുന്ന് നേരെ അപ്പുറം അയ്യപ്പൻ്റെ ക്ഷേത്രം കൂടിയുണ്ട്. അപ്പോൾ അവിടത്തേക്കാണ് നമ്മൾ ഈ കിടക്കുന്നത്. അയ്യപ്പ ക്ഷേത്രത്തിൻ്റെ ഒരു വശത്തായിട്ട് ദേവിയും കൂടിയുണ്ട്. അപ്പോൾ അവിടെയും കൂടി പ്രാർത്ഥിക്കാൻ പറ്റും. അങ്ങനെ നമ്മളെല്ലാവരും അയ്യപ്പ ക്ഷേത്രത്തിൽ വലം വെച്ച് ദേവിയെയും കൂടി പ്രാർത്ഥിച്ചതിന് ശേഷം നേരെ തിരിച്ച് വീണ്ടും ശിവൻ്റെ അമ്പലത്തിൽ വന്ന് ഒരു വലം വെച്ചതിന് ശേഷമാണ് പുറത്തേക്ക് കടക്കുന്നത്. ഇതാണ് അമ്പലത്തിൻ്റെ ഒരു ചെറിയ ഭാഗം എന്ന് പറയുന്നത്. ഇമ്പൂട്ടനെ കൂട്ടിയിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് ഈ അമ്പലത്തിൽ വരുന്നത്. അവനിപ്പോൾ 7 മാസം ആയതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ 3 ആളെയും ഒരുമിച്ചിരുത്തി അവിടുന്ന് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് ഇവിടുന്ന് നമ്മൾ നേരെ ഒരു ഓട്ടോയും പിടിച്ചിട്ട് വള്ളുവൻകടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രത്തിലേക്കാണ് പോയത്. ഇതാണ് മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ മുൻഭാഗം എന്ന് പറയുന്നത്. വലിയൊരു കൊടിമരവും ഒക്കെ ആയിട്ട് നല്ലൊരു എന്താ പറയുക, നല്ല ഐശ്വര്യമുള്ളൊരു അമ്പലം തന്നെയാണ് കേട്ടോ വള്ളുവൻകടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ ഇളയടത്ത് ഭഗവതീൻ്റെ അടുത്ത് തൊഴുതിറങ്ങിയതിന് ശേഷമാണ് ഉള്ളിലേക്ക് കടന്നത്. അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം വഴിപാട് കഴിപ്പിക്കുകയാണ് ചെയ്തത്. വഴിപാട് കൗണ്ടറിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു കിണറുണ്ട്. ആ കിണറിൻ്റെ രൂപഭംഗി എന്ന് പറയുന്നത് അത്രയും മനോഹരമാണ്. അങ്ങനെ നമ്മളെല്ലാവരും കൂടി മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു. ഇതാണ് വള്ളുവൻകടവ് ശ്രീ മുത്തപ്പൻ ക്ഷേത്രം. ഇവിടെ ഞായറാഴ്ച വൈകുന്നേരം എല്ലാ ദിവസവും മുത്തപ്പൻ വെള്ളാട്ടം ഉണ്ടാവും. അപ്പോൾ ആ സമയങ്ങളിൽ വന്നാൽ നല്ല തിരക്കും ഉണ്ടാവും, മുത്തപ്പനെയും കാണാൻ പറ്റും. തൊഴുതിറങ്ങിയതിന് ശേഷം തൊട്ടടുത്തായിട്ട് ഗുളിക സ്ഥാനമുണ്ട്. അവിടെയും തൊഴുതു. പിന്നെ വലം വയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വലം വയ്ക്കുന്ന സമയത്ത് തന്നെ അവിടെ നാഗസ്ഥാനം കൂടി കാണാൻ പറ്റും. ഇത് പുറത്തേക്ക് ഇറങ്ങിയതിന് ശേഷം ഇവിടെ നമ്മൾ മുത്തപ്പൻ ക്ഷേത്രത്തിൻ്റെ മുമ്പിലായിട്ട് തന്നെ ഒരു കൽപ്രതിമയുണ്ട് ശിവൻ്റെ. അത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി നമ്മൾ കുട്ടികളെയൊക്കെ നിർത്തി അവിടുന്ന് കുറച്ച് ഫോട്ടോ എല്ലാം എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, ബൈ.